അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ജയകൃഷ്ണൻ, ഏഷ്യാനെറ്റിൽ നിന്നാണ്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ ഹെവി എക്യുപ്മെന്റ്, എത്ര ഹെവി എക്യുപ്മെന്റ് ആയാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഷുക്കൂർ ഇറക്കിക്കോ, തുടങ്ങിക്കോ. ഞാനൊന്ന് പറയാം. വിളിച്ചോളാം. ശരി. ഒരു കോള് വിളിക്കുന്നേ. ആ, ജയകൃഷ്ണനാണ്. ആരാണ്? എന്നിട്ട് ഞാനാണ്. സഖാവ് എങ്ങോട്ടാണ്? വയനാട്ടിലേക്ക്. എനിക്കും പെട്ടെന്ന് ഇറങ്ങണം. വീട്ടിൽ ഒന്ന് കയറണം. അമ്മയ്ക്ക് നല്ല സുഖമില്ലെന്ന് കേട്ടു. ഓഹോ. പിന്നെ എറണാകുളത്ത് അഡ്വക്കേറ്റ് ആനണിയെയും സഖാവ് മാധവനെയും ബന്ധപ്പെടണം. ഓൾറെഡി ഞാൻ എല്ലാവരും അലർട്ടാക്കിയിട്ടുണ്ട്. നാലും സഖാക്കളും എത്ര വരെ പിടിച്ചു വെക്കുമെന്ന് നോക്കാം. കഴിഞ്ഞ 28 കൊല്ലമായിട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണതേ. പട്ടയത്തിനൊക്കെ പലപ്പോഴും അപേക്ഷ കൊടുത്തു. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ട് നോട്ടീസ് തന്നിരിക്കണേ. അതിന് അപേക്ഷയൊക്കെ കൊടുത്തു. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് വയസ്സായിട്ട് വരിക. എനിക്ക് വേറെ ആരും ആശ്രയിക്കാനില്ലേ. സാർ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. ക്ലർക്കിനെ വിളിക്കോ സതീഷ്. ആ ഫയൽ തിരിച്ചു കൊണ്ടുവരാൻ പറയൂ. അത്രയും പറഞ്ഞാൽ മതി പ്ലീസ്. ക്ലർക്ക് സതീഷിനെ വിളിക്കണം. ക്ലർക്ക് സതീഷിനെ വിളിക്കൂ. അന്ന് കളക്ടറേറ്റിലേക്ക് പോകുമ്പോൾ സഹായിക്കാൻ മകനൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പം മോനുമില്ല. അവനൊരു അപകടം പറ്റി മരിച്ചും പോയി. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കായോ. ഇപ്പോൾ ആശ്രയിക്കാൻ വേറെ ആരും ഇല്ല. സ്റ്റേ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാലും ഒരു തീരുമാനം ഉണ്ടാക്കി തന്നാൽ തിരക്കില്ലായിരുന്നു. ഇപ്പോൾ വില്ലേജിൽ പോയാൽ അവർ തഹസിൽദാരെ കാണാൻ പറയുകയാണ്. അവിടെ 2 തവണ പോയതാണ്. ഞങ്ങളിങ്ങനെ ഓഫീസിൽ ഇങ്ങനെ കയറി ഇറങ്ങി പോകാമെന്നല്ലാതെ വേറെ എവിടെയും പോകാനില്ല ഞങ്ങൾക്ക്. വേറെ ഹലോ, അഡ്വക്കേറ്റ് ജയബാലൻ സാർ. അതെ സാർ നമസ്കാരം. ഞങ്ങൾ അയ്യങ്കാളി പടയുടെ പ്രവർത്തകരാണ്. പാലക്കാട് കളക്ടറെ ബന്ദിയാക്കി. അറിഞ്ഞു. എന്തിനാ എന്നെ വിളിച്ചത്? ഞങ്ങൾ സർക്കാരുമായി നടത്തുന്ന ചർച്ചയിൽ മധ്യസ്ഥനായി താങ്കൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മധ്യസ്ഥനായിട്ടോ? ഞാനോ? ഒരു നിയമവിദഗ്ധനായ താങ്കൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു സാർ. അതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിയുടെ താങ്കളുടെ പേര് ഞങ്ങൾ നിർദ്ദേശിച്ചത്. അല്ലല്ല, അത് ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് നിഷ്പക്ഷരും നീതിബോധമുള്ളവരായിട്ട് സംസാരിക്കണം സാർ താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഒരു ക്രിമിനൽ അഡ്വക്കേറ്റ് ആയതുകൊണ്ടാണ് നിങ്ങളെന്നെ വിളിച്ചത്. ഈ പ്രോസസ്സിൽ പങ്കെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുമ്പോട്ട് നീക്കാൻ സർക്കാർ തന്നെ വിചാരിക്കണം കേട്ടോ. അത് നിങ്ങൾക്കറിയാലോ. നോക്കാം കേട്ടോ. ചീഫ് സെക്രട്ടറി മുൻകൈ എടുക്കണമെന്ന് അദ്ദേഹം പറയണം. എൻ്റെ വിശ്വാസം അദ്ദേഹം വരുന്നു. നോക്ക്. താഴെ വലിയ പ്രശ്നമാണ്. MP MLA ഒക്കെ വന്നിട്ടുണ്ട്. ഒരു ഇഷ്യൂ സാർ. ഹാൻഡിൽ ഇറ്റ്. ഗോ സർ. ഇതൊരു സ്റ്റേ ഓർഡറാണ്. ഈ ഓർഡർ നിങ്ങൾ കയ്യിൽ വെച്ചോളൂ. ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്ന വരെ നിങ്ങൾ എവിടെയും പോകണ്ട. അവിടെ തന്നെ താമസിച്ചോളൂ. അതെല്ലാം ആ ഉത്തരവിൽ എഴുതിയിട്ടുണ്ട്.